അപ്പോൾ നമുക്ക് ഈ വാസ്തുവിലെ മാനങ്ങൾ അതിനെക്കുറിച്ച് വളരെ അധികം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ നമ്മുടെ ധാന്യങ്ങളുടെ അളവ് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം വെച്ച് പറയുന്നു, പിന്നെ മനുഷ്യൻ്റെ ആകൃതി വെച്ചിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് കേട്ടതാണ്, അപ്പോൾ ആ വീടിൻ്റെ ഗൃഹനാഥൻ ആയിട്ട് വരുന്ന ആളാരാണോ അദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ വലിപ്പം വെച്ചിട്ട് വേണം മൊത്തം അളവെടുക്കാൻ, അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു കാലത്ത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ അളവുകളും കണക്കുകളും ഒറിജിനലായുള്ള ഈ ഒരു സിസ്റ്റത്തിനെ ബാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. മാനം എന്ന് പറയുമ്പോൾ ഈ വാസ്തുവാണ് ശരിക്കും പറയാം മാനം കൊടുത്തത് എന്ന് വേണം പറയാം. ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, ഈ സെൻറ്റിമീറ്ററും മീറ്ററും ഒക്കെ വന്നത് ബ്രിട്ടീഷുകാരൊക്കെ വന്നതിൻ്റെ ശേഷം. അതിൻ്റെ മുന്നേ തന്നെ എത്രയോ മനോഹരമായ കെട്ടിടങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ എത്രയോ മനോഹരമായ ക്ഷേത്രങ്ങളുണ്ട്. അത് നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ശില്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയാം മാനത്തിൻ്റെ കാരണമാണെന്നാ പറയാ. മാനം മീൻസ് അളവ്. അത് ശരിക്കും എന്താ കണക്കിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ബാലൻസിങ് എന്നാ പറയാ, ഫാക്ടർ. ഇപ്പം നമ്മൾ രണ്ട് ഇപ്പം ഈ കൈ ഇങ്ങനെ വെച്ച് ഈ കണ്ണിന് വെച്ച് കഴിഞ്ഞാൽ അതേ അളവ് തന്നെയായിരിക്കും ഇത്, അതേ ഇത് തന്നെയായിരിക്കും ഇത് രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാലോ. ഇതൊരു ഒരു ഒരു ബേസിക്കലി തുടങ്ങുന്നതാ. ഇപ്പോൾ നമ്മളെ തലം എന്ന് പറയും, താലം എന്ന് പറയും. ഇപ്പം ഈ താലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു തലയുടെ ഇതാണ് അളവ്. ഇത് തന്നെ 7 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയെ, അത് പുരാതന സിസ്റ്റത്തിൽ പറയുമ്പോൾ 8 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയെ. അത് ഇങ്ങനെ 8 പ്രാവശ്യം വന്നാൽ അതായി. അതുപോലെ തന്നെ നമ്മൾ 2 കൈ നിവർത്തി ഇതേ അളവ് തന്നെയാണ് നമ്മളെ ലെങ്ത്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ബേസ് വരുന്നത്. അത് പറയണത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ തുടക്കം മുതൽ അറിയാം, രസമായിട്ടോ. അത് ശൂന്യത. ശൂന്യത എന്ന് പറഞ്ഞാൽ ആറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥ. ആറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറയും. ശൂന്യത, ശുദ്ധബോധം ശുദ്ധബോധം എന്നൊക്കെ ആണ് ശുദ്ധബോധം. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതിന് പറയും പരമാണു എന്ന് പറയും. പരമാണു എന്ന് പറഞ്ഞാൽ ആറ്റം. അപ്പോൾ ഇത് കണക്ക് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. 8 പരമാണു ഒരു ത്രസരേണു. അതായത് ഈ കാണാൻ പറ്റാത്ത 8 ആറ്റങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു കിരണം, പ്രകാശകിരണം, ഒരു ത്രസരേണു ആവും. ഇനി 8 ത്രസരേണു, അതായത് ഈ കിരണങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു രോമാഗ്രം എന്ന് പറയും. അപ്പൊ ആ കാണാൻ പറ്റാത്ത കാണുന്നതിലേക്ക് വരിക, അതായത് രോമത്തിന്റെ അഗ്രത്തിലേക്ക്. ഇനി 8 രോമാഗ്രം ഒരു ലിക്ഷ എന്ന് പറയും. ലിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെ തലയിലുള്ള ഈരില്ലേ, ഈരിനെയാണ് ലിക്ഷ എന്ന് പറയുക. അതായത് ആ വലുപ്പത്തിൽ എത്തി. 8 രോമാഗ്രം ഒരു ലിക്ഷ. ഇനി 8 ലിക്ഷ ഒരു യൂകം. യൂകം എന്ന് പറഞ്ഞാൽ പേന് അല്ലെങ്കിൽ തിലം എന്ന് പറയും, എള്ള്. ഇത് രണ്ടും ഒരേ വലുപ്പാട്ടോ, പേനിനും എള്ളിനും ഒരേ വലുപ്പ. അപ്പൊ അതുകൊണ്ട് തിലം അല്ലെങ്കിൽ യൂകം എന്ന് പറയും. അതായത് 8 ഈര് കൂടിയാൽ ഒരു പേനായി. ഇത് അതായത് 8 ലിക്ഷ കൂടി കഴിഞ്ഞാൽ ഒരു യുഗം അല്ലെങ്കിൽ ഇതായി, തിലമായി. ഇനി 8 തിലം കൂടിയാൽ ഒരു യവായി. യവം എന്ന് പറഞ്ഞാൽ ബാർലിന്റെ വിത്ത്, ബാർലി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് റേഷൻ ഷോപ്പിൽ നിന്നൊക്കെ ഗോതമ്പ് മേടിക്കുമ്പോൾ അതിൽ കാണും ഒരു ചെറിയ നീളത്തിലുള്ളത്. അതാണ് യവം എന്ന് പറയുന്ന ശരിയായ സ്ഥാനം. അപ്പൊ അതിന് പല കളേഴ്സിലൊക്കെ ഉണ്ടത്. ഇനി 8 യവം കൂടി കഴിഞ്ഞാലാണ് ഒരു അങ്കുലം എന്ന് പറയുക. അതായത് 8 യവം ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നടുവിരലിന്റെ ഈ നടുഭാഗത്തിന്റെ വലുപ്പാകും. നടുവിരലിന്റെ നടുഭാഗം ഇത്ര വലുപ്പാകും. അതെല്ലാവർക്കും ഈക്വൽ ആയിരിക്കും അല്ല. അതാണ് പിന്നെ ജനറലൈസേഷൻ വരുന്നത്. അപ്പൊ പണ്ട് അങ്ങേക്കൊരു വീട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ഈർക്കൽ ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് അങ്ങയുടെ അത് പിടിച്ചു നോക്കും. എന്നിട്ട് അത് ഒരു 24 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കോലായി. ഈ കോല് 4 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ദണ്ടായി. ഇനി അതിലും വലിയ അളവ് വരുമ്പോഴോ അപ്പോഴാണ് നമ്മൾ ചരടിൽ പിടിക്കുക. ചരട് പിടിക്കുക. ആ സൂത്രം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ചരട്. അപ്പൊ സൂത്രഗ്രാഹി എന്ന് പറയും, അതായത് ചരട് പിടിക്കുന്ന. അപ്പൊ ഈ ചരട് പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ദ്വാരം ഇടുന്നത്. പണ്ട് കാലത്ത് സെന്റിമീറ്റർ മീറ്റർ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ 10 ആളുടെ വീട് 10 രീതിയിലായിരിക്കും. അതാണ് ശരിക്കും ശരി. പിന്നെ നേരത്തെ പറഞ്ഞ മെക്കാളേന്റെ ഇതെല്ലാം പറഞ്ഞ സ്റ്റാൻഡേർഡൈസേഷൻ വന്നു. അതെന്ന് പറഞ്ഞാൽ കണക്ക് വന്നു, സെന്റിമീറ്റർ വന്നു, മീറ്റർ വന്നു, യൂറോപ്യൻസ് വന്നു. അതോടുകൂടെ ഇതിന്റെ ഒരു 120 ഷുഗർ പാടുള്ളൂ.
ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ അത് വീണ്ടും കുറച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അപ്പോഴാ കൂടുതൽ ബിസിനസ് കൂടുതൽ ബിസിനസ് പറയണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ജനറലൈസേഷൻ വന്നതിനെ കൊണ്ട് ഇപ്പൊ ഏകദേശം നമ്മളുടെ എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ, അങ്ങനെ സ്റ്റാൻഡേർഡൈസേഷൻ വന്നു. അപ്പോ നമ്മളിവിടെ എല്ലാത്തിനും ആ ഒരു ഇതായി, അതായത് ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ 24 അങ്കുലം എന്ന് പറഞ്ഞാൽ 3 × 24, അപ്പൊ 72 സെന്റിമീറ്റർ. 72 സെന്റിമീറ്റർ ഒരു കോല് ഇങ്ങനെ വന്ന്. അതിന് നമ്മളതിൽ പറയുമ്പോൾ പല കോലുകളും ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ഈ എന്താ പറയാ, ഈ പാറശാല മുതൽക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ കണക്കുകളാണ്. കാരണം ഓരോരോ ആശാരിമാരും അവരുടെ ഒരു തറവാട്ടിന് അവരുടേതായ ഒരു കണക്കുണ്ടാവും. അപ്പൊ അവരത് വെച്ചിട്ടാണ് അവര് ഇതാക്കുക. ഇനി ഇതിലൊരു സീക്രസി ഉണ്ടാകും, കാരണം മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടരുത്. അപ്പൊ ഇത് കാരണം പല ആളുകളും അപ്പോ ഇത് വന്നിട്ട് 68 സെന്റിമീറ്റർ ആയിരിക്കും, ചിലവർക്ക് 74 ആയിരിക്കും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ കിഷ്കു എന്ന് പറയും. കിഷ്കു എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ ഒരു കോല്. ആ കണക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ 72 സെന്റിമീറ്റർ ഒരു കോല്, അപ്പോൾ ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. അപ്പോ യഥാർത്ഥത്തിൽ കണക്കിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ അളവാണത്, പണ്ടത്തെ എഞ്ചിനീയറിംഗ് ആണ്, പണ്ടത്തെ മാനമാണത്. അതാണ്. അപ്പൊ കാലഘട്ടം മാറുമ്പോൾ എന്തായി, അതിനനുസരിച്ചിട്ട് മാറുക. അപ്പൊ എന്തായി, നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ഥപതി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ശരിക്കും ഇതിന്റെ ഇത് പറയുമ്പോ എന്ന് പറഞ്ഞാല് സ്ഥപതി, പിന്നെ എന്താ പറയാ, ആശാരി, മൂശാരി, തട്ടാൻ, കൊല്ലൻ, ഇങ്ങനെ ഒരു വിഭാഗമായിട്ടായിരുന്നു തിരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സ്ഥപതി എവിടെയോ പോയി. സ്ഥപതി എന്ന് പറഞ്ഞാൽ സർവ്വവിജ്ഞാന പഠു എന്നാ പറയാ, എല്ലാത്തിനെ കുറിച്ചിട്ട് അറിവുള്ള ആളെന്നാ സ്ഥപതി എന്ന് പറഞ്ഞാൽ. അയാൾക്ക് വാസ്തു അറിയാം, അതുപോലെ തന്നെ കാലികമായിട്ടുള്ളതും അറിയാം, എല്ലാത്തിനെ കുറിച്ചിട്ട് അറിയാം. അയാൾക്ക് എന്താ പറയാ, ഒരു അഹങ്കാരം ഇല്ല, ഒരു ഡമ്പില്ല, ആരെടുത്ത് മത്സരിക്കണില്ല, അങ്ങനെയുള്ള ഒരാളാണ്. ഒരു സാക്ഷിഭാവത്തിലിരിക്കുന്നതാണ് സ്ഥപതി. പക്ഷേ കാലഘട്ടം മാറിയപ്പോൾ ഈ സ്ഥപതി എന്ന വിഭാഗം എവിടെയോ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സിസ്റ്റം. എന്നിട്ട് ആ ഒരു ഇത് ആശാരി ഏറ്റെടുത്തു. പിന്നെ നമ്മളിവിടെ ആശാരി, തച്ചന്റെ ശാസ്ത്രമാണ് തച്ചുശാസ്ത്രം, അങ്ങനെ വന്നു. അപ്പൊ തച്ചൻ എന്താണ്, തച്ചന്റെ പണി തുടങ്ങിയ ഇത് മേൽക്കൂര വന്നാലേ ഉള്ളൂ തച്ചന്റെ പണി കൊടുക്കുള്ളൂ. പക്ഷെ ബിൽഡിങ്ങിന്റെ പണി അതിന്റെ മുന്നേ ആരംഭിക്കും. അപ്പൊ കല്ലാശ്ശേരി എന്നാണ് ബിൽഡിങ്ങിന്റെ പണി. അപ്പൊ എന്താണ്, മറ്റേ ആശാരി പറയത്, നമ്മളെ തച്ചൻ പറയതേ കണക്ക് തെറ്റരുത് കേട്ടോ, ആരെടുത്ത്, കല്ലാശ്ശേരിന്റെ അടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആണ് കൊണ്ടുപോയിട്ട് ഈ കൂടം കൂട്ടിയിട്ട് കൊണ്ടുപോയി ഇറക്കി വെക്കണം. അപ്പൊ അത് കണക്ക് തെറ്റി കഴിഞ്ഞാൽ മതിൽ നിന്ന് പുറത്തായി പോകില്ല. അപ്പൊ അവിടുന്ന് പറയും കണക്ക് തെറ്റരുത് കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞ് ഈ കണക്ക് തെറ്റരുത് എന്ന് പറയുന്ന ഒരു വിശ്വാസമായി. അത് വീട്ടുകാരനും കേൾക്കുന്നത് കണക്ക് തെറ്റരുത് കേട്ടോ, അത് പറഞ്ഞിട്ടുണ്ട് അല്ല, അങ്ങനെ ഈ കണക്ക് തെറ്റരുത് ഈ വാസ്തു എന്ന് പറഞ്ഞാൽ ഈ കണക്ക് തെറ്റരുത് എന്നായി മാറി. അതൊരു വിശ്വാസമായി, അതൊരു സംസ്കാരമായി. അതാണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ ഈ വാസ്തുശാസ്ത്രത്തിന് കേരളത്തിൽ പറ്റിയിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഈ കണക്ക് നോക്കലാണ് വാസ്തു എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മാനം വേണം, മാനം ഉണ്ടെങ്കിലേ ബാലൻസ് ചെയ്യും. അതായത് ഓരോരോ സാധനവും നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം, അപ്പോഴേ ഉള്ള ബാലൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു മാനം കണക്കാക്കാനാണ് കട്ടിള ഇന്ന അളവ്, അല്ലെങ്കിൽ മൂന്നായം മീൻസ് അത്. അപ്പോൾ ഒരു കൂടം കൂട്ടുക എന്ന് പറയും. അപ്പോൾ ഒരു അലസിപ്പലക, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അത് കഴുക്കോല്, കോല്. പക്ഷെ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ RC വീടാ. അപ്പൊ കഴുക്കോലിന്റെ ആവശ്യമുണ്ടോ? ഇനിയിപ്പോ കണക്കൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത് വീട്. പക്ഷെ നമ്മളെന്താവും, ഈ മേൽക്കൂര ഇത് കഴിഞ്ഞാൽ ഇത് കവിഞ്ഞ് പുറത്തേക്ക് നിൽക്കും. അപ്പൊ തറേന്റെ ചുറ്റളവ് എവിടെ പോയി? ഇവിടെയും 2-3 കൺഫ്യൂഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ പറയാ, വീട് ഭൂമി പ്രസവിക്കുകയാണെന്നാ. അതാണ് യോനി എന്ന് പറയും. യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ദിശേനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഏതാ യോനി എന്ന് ചോദിക്കും. ഏതാ യോനി എന്ന് ചോദിച്ചാൽ ഏത് ദിശയിലേക്കുള്ള വീടാണെന്ന്. ഇത് യോനി എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രസവിക്കാനുള്ള അവയവം തന്നെയാണ്. അപ്പൊ ഏത് ദിശയിലേക്കുള്ളതിനാണ് ഇന്ന. ഇപ്പൊ കിഴക്കോട്ടേക്ക് മുഖം, അല്ലെ അപ്പൊ പറയും പടിഞ്ഞാറ്റാന്ന് പറയും. കിഴക്കോട്ട് മുഖം നിൽക്കണമെങ്കിൽ പറമ്പിന്റെ പടിഞ്ഞാറ് വശത്തായിരിക്കും വീടുണ്ടാക്കുക. അപ്പൊ അതിന് പറയും പടിഞ്ഞാറ്റാ, പടിഞ്ഞാറ്റിനി. അത് ഓരോരോ പ്രാദേശികമായിട്ട് പല വേർഷനും ഉണ്ട്. അത് പറയാം. അപ്പൊ ആ ഒരു ഇതിന് ഇങ്ങനെയാണ് ധ്വജയോനി, അല്ലെങ്കിൽ ഇങ്ങനെ സിംഹയോനി, ഋഷഭയോനി, ഇങ്ങനെയൊക്കെ ആയിട്ട്. വടക്കോട്ടേക്ക് മുഖമാണ്. വടക്കോട്ട് മുഖമാണ് 8 യോനി. അതായത് 4 ദിശകളും 4 ഉപദിശകളും അതിന് കണക്കായിട്ട്. അപ്പൊ
ഇപ്പം ഖരം കുക്കുരം ഇങ്ങനെ പറഞ്ഞിട്ട് പോകും അത്. അപ്പൊ അങ്ങനെ പൂർവേശ്ച ശുഭാശുഭ, ആദ്യം പറയുന്നത് ശുഭവും രണ്ടാമത്തെ അശുഭമാണ്. കാരണം രണ്ടാമത് പറയുന്ന വിദിശയിലായിരിക്കും, അതുകൊണ്ടാണ് അത് അശുഭം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാൽക്കുലേഷൻ സിസ്റ്റം നല്ലത് തന്നെയാണ്, അത് മോശമൊന്നുമില്ല തെറ്റൊന്നുമില്ല, അതാണ്. പക്ഷെ നമ്മളെല്ലാ അതിലും പോലെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് പണ്ടുണ്ടായിരുന്ന നമ്മളെവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആണത്. പക്ഷെ അത് തന്നെ ചെയ്ത് 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 അതൊരു വിശ്വാസമായി മാറിയതാണ്. അപ്പൊ കണക്ക് നോക്കണം. ആരുടെ ആവശ്യം? വീട്ടുകാരന്റെ അല്ല. കണക്ക് നോക്കേണ്ട ആവശ്യം തച്ചന്റെയാണ്, പണിക്കാരന്റെയാണ്. കാരണം അവര് കണക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഇതിന്റെ ബാലൻസിങ് കംപ്ലീറ്റ് പോയി പോകും. അപ്പോൾ അത് മാറിയിട്ട് വീട്ടുകാരനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായതാണ് പ്രശ്നം. അപ്പൊ ഈ കണക്കിനെ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയാദി ഷഡ്വർഗങ്ങൾ എന്ന് പറഞ്ഞൊരു 6 കൂട്ടം ഉണ്ടാക്കി. അത് പണ്ടാണെങ്കിൽ 24 ഇപ്പൊ മാറി 12 ഇപ്പൊ അതിൽ ഏറ്റവും ചുരുക്കിയത് ആയാദി ഷഡ്വർഗങ്ങൾ 6 കാര്യങ്ങൾ. ഇതെല്ലാം എന്റെ ചോദ്യത്തിൽ ഉള്ളതാണ്. ആണല്ലേ? നമ ശിവായ. ഈ കണക്ക് എന്ന് പറയുമ്പോ വരുന്നതാണ്. ഇപ്പൊ ഈ ആയാദി ഷഡ്വർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല. അപ്പൊ വരവ്, ചെലവ്, നക്ഷത്രം, യോനി, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 6 കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഈ യോനി എന്ന് പറയുന്നത് യഥാർത്ഥത്തില് വീട്, ഭൂമി പ്രസവിക്കുകയാണെന്ന്. പക്ഷെ യോനിന്ന് മാറുന്നില്ല, സ്ഥിരമാണത്. അപ്പൊ ഇന്ന ദിശയിലുള്ള വീടിന് ഇന്ന യോനി. അപ്പൊ യഥാർത്ഥത്തിൽ കണക്ക് നോക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ കണക്ക് നോക്കാണ് നോക്കേണ്ടത്. 4 യോനികളിൽ അല്ലെ 8 യോനികളിൽ 4 ശ്രേഷ്ഠം ആണ്. അതാണ് പറയുന്നത്. അപ്പൊ ആ 4 ഏറ്റവും ശ്രേഷ്ഠ ഏതെന്നുണ്ടോ? അത് നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് വീടുള്ളതെന്ന് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ പറയും സിംഹയോനിയാണ് നല്ലത്, വടക്കോട്ടേക്ക് മുകളിലെ വീടാണെന്നാ ഞാൻ പറയാം നല്ലത്. അത് എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവരും വേണ്ട ധനുവ, കുബേരനാ വരണ്ടേ. ഇപ്പൊ കുബേരൻ അതായത് ധനം എന്ന് പറയുന്ന ഫ്ലോ വരിക വടക്ക് നിന്നാ. ഇപ്പൊ വൈശ്യന്റെ വീട് എന്ന് പറയും. വൈശ്യൻ മീൻസ് വ്യാപാരി. വ്യാപാരിയുടെ വീട് പറയുന്നത് വടക്കോട്ടേക്ക് മുഖന്ന. ഈ കാലഘട്ടത്തിൽ എല്ലാവരും വ്യാപാരികളാ. പണ്ട് കാലത്ത് കൊട്ടാരവും പ്രഭുവും രാജാവും ഒക്കെ നോക്കിയായിരുന്നു. ഇപ്പൊ ബ്രാഹ്മണനാണ് പോലും വൈശ്യബ്രാഹ്മണനാ. കാരണം അയാൾക്ക് പൂജ ചെയ്യാൻ അറിയാം, അയാൾ പൂജ വിൽക്കുക, അതായത് അയാൾ വൈശ്യനാ. അപ്പൊ ഈ കാലഘട്ടത്തിൽ പറയുമ്പോ വടക്കോട്ടേക്ക് മുകളുള്ളതാണ് കൂടുതൽ റിസൾട്ട് തരിക. പണ്ട് കാലത്ത് നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ തേങ്ങ വലിയും അതുമാതിരി തന്നെ നമ്മളെ മുറ്റിലൊക്കെ ഉണ്ട തേങ്ങ കൂട്ടിയിട്ടില്ല. അതായത് ശാരീരിക അധ്വാനമായിരുന്നു. അപ്പൊ ശാരീരികമായിട്ട് അധ്വാനം ചെയ്യുന്നതിന് പറയും ശൂദ്രൻ എന്ന് പറയും. ശൂദ്രൻ പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വീടിന്റെ പറയാ കിഴക്കോട്ടേക്ക് മുകളിലാണ്. അപ്പൊ നമ്മളിവിടെ ഒരു ധാരണ വന്നു, കിഴക്കോട്ടേക്ക് മുകളിലെ വീടാണ് നല്ലത്. ധാരണ കിഴക്കോട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ, ആരോഗ്യത്തിന് നല്ലതാണ്. അതുമാതിരി തന്നെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഫിസിക്കലി നിങ്ങൾക്ക് അബൻഡൻസ് വരണോ വടക്കാണ് കുറേ കൂടി സഹായിക്കുക. ഇനി പടിഞ്ഞാറും തെക്കും. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമാണ് എന്ന് വെച്ചിട്ട് പടിഞ്ഞാറ് വീട് മോശം ഒന്നുമല്ല കേട്ടോ. രാജാവിന്റെ വീട് പറയുന്നത് പടിഞ്ഞാറോട്ട് മുഖം. കാരണം എന്ന് പറഞ്ഞാല് അത് പ്രജകൾക്ക് നല്ലതാ. രാജാവ് രാജ്യത്തിന്റെ സമ്പത്താണ്. പക്ഷെ വീട്ടുകാരന് നന്നായിക്കൊള്ളുന്നില്ല. രാജ്യത്തിന് വേണ്ടി അദ്ദേഹം എല്ലാം കൊടുക്കും. ശരിക്കുള്ള രാജാവ്. അത് ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോ അത് നിങ്ങൾ പറഞ്ഞതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോഴത്തെ രാജാക്കന്മാർക്ക് സ്വന്തം വീട് നോക്കിയിട്ടാണ് പ്രധാനമന്ത്രി ഒഴിച്ച്. സത്യമാണ്. അതായത് കുടുംബം, എന്റെ കുടുംബം അത് എന്നുള്ള ഒരു ലേബിളിലാണ് ഇപ്പൊ എല്ലാം പോകുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെയാണ്. അല്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ ശരിക്കും ഇപ്പൊ തൃശ്ശൂര് വാസ്തുപ്രകാരം ഉണ്ടാക്കിയ ഒരു നഗരമാണ് കൃത്യമായിട്ട്. അതായത് നടുഭാഗം ശക്തൻ തമ്പുരാനല്ല, അതിന്റെ മുന്നേ ഉണ്ട് അത്. പിന്നെ പലരിലൂടെ അത് മാറി മാറി വന്നതാണ്. അത് മാത്രമല്ല, പിന്നീട് ആദ്യം അത് തൃശ്ശൂർ സർക്കിൾ അല്ല ചതുരായിരുന്നു. അത് പിന്നീട് എന്താ ഓരോരോ കാലഘട്ടം കഴിഞ്ഞ് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനൊക്കെ ആയിട്ട് റൗണ്ടായി. അതോടുകൂടി തൃശ്ശൂർക്കാരൻ റൗണ്ട് അടിക്കാൻ തുടങ്ങി. അതെ അതെ അതെ, പരിക്രമണമാണ്. അത് എന്താണെന്ന് അറിയോ? യഥാർത്ഥത്തിൽ ബ്രഹ്മസ്ഥാനം എന്ന് പറയും. ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ്. അപ്പൊ ഒരു ടൗണിനെ ഇത് നഗരവാസ്തു എന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട്, വാസ്തുഭാരതിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നഗരത്തിന്റെ വാസ്തു ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെന്റർ ബ്രഹ്മസ്ഥാനത്ത് പബ്ലിക് പ്ലേസാണ്. അപ്പൊ ഒന്നുകിൽ അമ്പലം ഉണ്ടാവും,
അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതു കാര്യങ്ങൾ നടത്തുന്ന സ്ഥലമുണ്ടോ, ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. പക്ഷെ അങ്ങനെ തന്നെയാണ് കേട്ടോ അത് പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞു പിന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം ഇന്ന കുറുപ്പൻ റോഡ്, നായ്ക്കനാൽ റോഡ്, ഇതൊക്കെ ഓരോ വിഭാഗങ്ങളാണ്. അതായത് ഇന്ന വിഭാഗക്കാർ ഇങ്ങനെ. അപ്പൊ പുത്തൻപള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഫാമിലീനെ അവിടെ ഈ തെക്ക് വശത്ത് കൊണ്ടുപോയിട്ട് താമസിപ്പിച്ച എന്തിനേയും വ്യാപാരം നടത്താൻ. കാരണം അവരാണ് വ്യാപാരികളായിട്ടാണ് ആദ്യം അറിയപ്പെടുന്നത്. അപ്പൊ അവരെ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചാണ്. അപ്പൊ എന്താ, അവർക്ക് ഒരു പുതിയ പള്ളി വേണം, അപ്പൊ അവർക്കൊരു പുത്തൻ പള്ളി വരുന്നത് കൊടുത്തത്. ഇങ്ങനെ ഓരോരോ ഇതിനെ ഡിസൈൻ ചെയ്യുന്ന അതിലാണ് വരുന്നത്. അപ്പൊ അതൊരു നഗര സ്ഥാപനം അല്ലെങ്കിൽ സ്വസ്തിക ഗ്രാമരചന എന്നൊക്കെ പറയും. അതൊരു സിസ്റ്റം തന്നെയാണ്, പഠിക്കാണ്ട് കേട്ടോ അത്. അപ്പോൾ ഇത് പറയണത് അപ്പോൾ ഓരോ നഗരത്തിൻ്റെത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളത് വരും. ഇപ്പൊ കണക്കിൻ്റെത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തെക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് തെക്കോട്ട് മുഖമായിട്ടാണ്. ഒരു രസം കേൾക്കാം. അതെന്ന് പറഞ്ഞാൽ വാസ്തുവിൽ ഏറ്റവും നല്ല വീട് പറയുന്നത് തെക്കോട്ട് മുഖമുള്ള. പക്ഷേ സാധാരണക്കാരന് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തെക്ക് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ വീട് എന്നാ പറയുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വൈദിക ജ്ഞാനമുള്ള ആള്, കുണൂലിട്ട ആള് എന്നല്ല കേട്ടോ. അതായത് അവർക്ക് എല്ലാ ദിവസവും ചാൻഡിങ്ങും അതൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ ദിവസവും ചാൻഡിങ് ഒക്കെ ആകുമ്പോൾ അവരുടെ പേഴ്സണൽ ഊർജ്ജം ഹൈ ആയിരിക്കും. എല്ലാ ദിവസവും അവരുടെ ലൈഫിന്റെ ഒരു പാർട്ട് അതിനാ. നേരെ മറിച്ച് ഇവിടെ പോലെ സാധാരണക്കാരൻ എല്ലാ ദിവസവും അങ്ങനെ ചെലവഴിക്കണില്ല, ചാൻഡ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ നമ്മളെ ഈ പ്രപഞ്ചത്തിന്റെ ഊർജ്ജം അങ്ങനെ തന്നെ സ്വാധീനിക്കും. മറ്റേത് ആ ചാൻഡിങ് ഒക്കെ വരുന്നതുകൊണ്ട് ആ രീതിയിൽ തന്നെ വരും. അപ്പൊ ബ്രാഹ്മണന്റെ വീട് എന്ന് പറയുമ്പോൾ തെക്കോട്ടേക്ക് മുഖം എന്നാ പറയാ. തെക്കോട്ട് മുഖം അയാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാ മോശമായിട്ടാണ് നമ്മളതിൽ ഇപ്പോഴത്തെ കാലത്ത് പറയാ. ഒരു കാര്യമുണ്ട്, പഴയ നായർ തറവാടുകൾ പലതും ക്ഷയിച്ചു പോകുന്നതിന് കാരണം തെക്ക് വശത്ത് പറമ്പ് കൂടുതലായിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നുള്ള അതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഉണ്ട്. ഈ തെക്ക് ഭാഗം സ്ഥലം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ പണ്ടത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് മരണാനന്തര ക്രിയകൾക്ക് ചെയ്യാനായിട്ട് തെക്ക് വശം കൂടുതൽ വേണം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ജീവിക്കുന്നവരെ കുറിച്ചിട്ടല്ല ചിന്തിക്കുന്നത്, മരിച്ചവരെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ അന്നത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ എന്താ വെച്ചാൽ യമൻ എന്നുള്ള ഭാഗം അതായത് കൂടുതലാക്കിയിട്ട് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തു. ആസ് എ റിസൾട്ട് ഇത്രയും മനോഹരമായിട്ട് കണക്കിലൊക്കെ പണിത നാലുകെട്ടുകളൊക്കെ നശിച്ചു പോവുക. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ തെക്ക് എന്ന് പറഞ്ഞാൽ യമനാണ് ഡിസ്ട്രക്റ്റീവ് എനർജി, നേരെ മറിച്ച് നേരെ വടക്ക് എന്ന് പറഞ്ഞാൽ കുബേരനാണ് ക്രിയേറ്റീവ്, അതായത് സമ്പത്ത് വരണിയാണ്. അപ്പൊ തെക്ക് കൂടുതലുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ അത് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന സുഹൃത്ത് വരുന്നുണ്ടോ മനസ്സിലാക്കുക, തെക്ക് കൂടുതൽ സ്ഥലമുണ്ട്. അതായത് നമ്മളുടെ സ്വഭാവത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് തെക്ക് കൂടുതൽ ഉണ്ടെങ്കിലൊക്കെ പോകും. ആരായാലും അങ്ങനെ തന്നെ വരും കേട്ടോ, അന്ന ആളെന്നൊന്നുമില്ല, അങ്ങനെ വരും അത്. അപ്പൊ അത് സ്വാധീനിക്കുന്നുണ്ടോന്ന് വെച്ചാൽ 100% സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കൺസൾട്ടിങ് ചെയ്യാൻ പോകുമ്പോ ആണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ആ വീട് എങ്ങനെയാണ് അതുപോലത്തെ ആയിരിക്കും ആ വീട്ടുകാരന്റെ സ്വഭാവം. അതാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ തെക്കോട്ടേക്ക് മുഖമാകുക എന്ന് പറയുമ്പോൾ നല്ലതായിട്ടാണ് പറയുക ബ്രാഹ്മണന്റെ വീട്. പക്ഷെ സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു സിസ്റ്റം ആചരിക്കണം, അങ്ങനെയാണെങ്കിൽ ഇത് ബാധിക്കില്ല. അതോടൊപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഇപ്പം വീടിൻ്റെ മുഖം എടുക്കുമ്പോൾ രാജപാതയെ നോക്കി അല്ലെങ്കിൽ മുമ്പിൽ, പക്ഷെ അതിനെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ട് വീണ്ടും ഫ്രണ്ടിൽ കൂടെ ഒരു ചെറിയ റോഡുണ്ടെങ്കിൽ പോലും അതിനെ രാജപാതയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അങ്ങോട്ട് മുഖം വയ്ക്കുന്നൊരു രീതിയുണ്ട്. അത് ശരിയാണോ? ഇത് എനിക്ക് സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ് ഇത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഊർജ്ജത്തിൻ്റെ ഒക്കെ നോക്കിയിട്ട് വരച്ചു കൊടുത്തു ഒക്കെ ആയിട്ടോ. അപ്പം കുറച്ച് എടുത്തപ്പോൾ എൻ്റെ ഒരു ക്ലൈൻ്റാണ്. അപ്പം പറഞ്ഞു എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് പറ്റൂല, അവിടെയാണ് റോഡ്, അങ്ങോട്ട് തിരിച്ചു വെക്കണം. വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ അതൊരു പണ്ടത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. അതായത് റോഡിനെ നോക്കിയിട്ടാകുക. ഇപ്പൊ റോഡ് സാധാരണ റോഡല്ലല്ലോ രാജപാത. ഏറ്റവും രാജപാതയുടെ പ്രത്യേകത എന്താ വെച്ചാൽ 24/7 എനർജി ഫ്ലോ ആണ്. അപ്പോൾ ഉണ്ടാവും. അപ്പൊ നേരെ മറിച്ച് സാധാരണ ഒരു ഇടവഴി അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ വീട്ടിൽ നിന്ന് ഊർജം കിട്ടണം, ഉയരണം, സമൃദ്ധി ഉണ്ടാകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് സയന്റിഫിക് ഫാക്റ്റിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. അതായത് മുന്നേ ഞാൻ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടി പറയണം. അതായത് ഭൂമിയുടെ ചലനം, ഭൂമിക്ക് 2 തരം ചലനങ്ങളാണ്. ഒന്ന് സ്വയം കറങ്ങണ്, 2 സൂര്യനേറ്റും കാണണം. അപ്പൊ സ്വയം കറങ്ങണത് ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ്? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത് അല്ലെ, കിഴക്ക് ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന ഭാഗമാണ് കിഴക്ക് അല്ലെ. അപ്പൊ അതാണ് ഇംഗം, വരുമാനം, ഇംഗം. അപ്പൊ പടിഞ്ഞാറോ അസ്തമന. അപ്പൊ ഏത് മുഖമായിരിക്കും നന്നാകുക? കിഴക്കാണോ പടിഞ്ഞാറാണോ? മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ എനർജി ഫ്ലോന്റെ. പക്ഷേ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം രാജാവ് വേണം,
നോക്കാൻ വേണോ, അപ്പൊ അവരുടെ വീടിന്റെ പടിഞ്ഞാറ് മുഖം പറയും. അവിടെ വീട്ടുകാരനല്ല രാജ്യമാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒരു വീട് മോശം മറ്റേത് നല്ലത് എന്നല്ല, ഇതിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി ഫ്ലോ ആണ് നോക്കേണ്ടത്. ഇപ്പം റോഡ് പടിഞ്ഞാറാണ്, പക്ഷേ പടിഞ്ഞാറോട്ട് മുഖായി വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടായിരിക്കും ആ വീട്ടുകാരൻ്റെ അവസ്ഥ. അതെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിട്ടില്ല, ഒരു പബ്ലിക് പ്രോഡക്റ്റ് ആയി മാറും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ പണ്ട് ക്ഷത്രിയൻ എന്ന് പറയുന്നത് ഇന്നിപ്പോ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ അതാ. ഇപ്പൊ അതിനോടുകൂടി ഇപ്പൊ ഈ ആധുനിക കാലത്ത് ചില ആളുകളുടെ വീടിന്റെ 4 വശത്തുള്ള റോഡാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു അത് ഞാൻ ഈ തിയറി ഒന്ന് കംപ്ലീറ്റ് പറയാം, അപ്പൊ മനസ്സിലാവുന്നത്. അങ്ങനെ 4 ഭാഗത്ത് കൂടി റോഡ് ഉണ്ടാകുന്ന നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ സേവിങ്സ് ഒന്നും ഉണ്ടായില്ല, ഒക്കെ ചെലവായി പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ ഒരു ചലനമുണ്ട് ഭൂമിയുടെ, അതാണ് മൂവിങ് അറൌണ്ട് ദി സൺ. സൂര്യനീറ്റും കറങ്ങണം. ഇപ്പൊ സൂര്യനീറ്റും കറങ്ങണത് ഇത് മുന്നോട്ട് പോകണ്ടേ? അപ്പൊ ഭൂമി ഏത് ദിശയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്? ഭൂമി പോകുന്നത് 29.8 കിലോമീറ്റർ പെർ സെക്കൻഡിൽ വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഭൂമി പോകുന്നത്. 29.8 കിലോമീറ്റർ പെർ സെക്കൻഡ്. അത് ഒരു സെക്കൻഡ് കൊണ്ട് 29.8 കിലോമീറ്റർ എത്തിയെന്ന്. ആ ഫാസ്റ്റ്നെസ്സിലാണ് ഭൂമി മുന്നോട്ട് പോകുന്നത്, ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കിലേക്ക്. അപ്പൊ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? അപ്പൊ 29.8 കിലോമീറ്റർ പെർ സെക്കൻഡിൽ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും? പ്രതിപ്രവർത്തനമായിട്ട് നോർത്തുനിന്നും ഈസ്റ്റിന്നും ഇങ്ങോട്ട് ഊർജം വരും. ഇപ്പൊ നമ്മളൊരു കാറ് പോകുമ്പോൾ കാറ്റ് വീശൂലേ? ശരിക്കും കാറ്റ് വീശുണ്ടോ? നമ്മൾ ഇല്ല, കാറ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് റിയാക്ഷൻ ആയിട്ടാണ്, അതിനനുസരിച്ചിട്ടാണ് അത് വരുന്നത്. അതുപോലെ തന്നെ 29.8 കിലോമീറ്റർ പെർ സെക്കൻഡിൽ നോർത്ത് ഈസ്റ്റിലേക്ക് ഭൂമി പോകുമ്പോൾ എന്താവും? നോർത്തുനിന്നും ഈസ്റ്റിന്നും പ്രതിപ്രവർത്തനമായിട്ട് ഊർജ്ജം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഊർജത്തിനെ സൗത്ത് വെസ്റ്റ്, നമ്മളെ പ്രിയപ്പെട്ട കന്നിമൂല, അവിടെ അതിനെ ബ്ലോക്ക് ചെയ്തോളും. ബ്ലോക്ക് ചെയ്തിട്ടില്ലയോ നഷ്ടങ്ങളായിരിക്കും. അവിടെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയോ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഗുണം കിട്ടും. അവിടെയാണ് പറയുക നമ്മൾ സമ്പത്തൊക്കെ ശേഖരിച്ച് വെക്കേണ്ട അവിടെയാണെന്ന്. അപ്പൊ തെക്കോട്ടേക്ക് മുഖായാലോ ഊർജം പോകുന്ന ദിശയാണ്, പടിഞ്ഞാറോട്ടേക്ക് മുഖായാലോ ഊർജം പോകുന്ന ദിശയാണ്. അപ്പൊ വടക്കോട്ടേക്കായാലോ കിഴക്കോട്ടായാലോ ഊർജം വരുന്ന ദിശയാണ്. ഇപ്പൊ റോഡ് എവിടെ ഉണ്ട് എന്നുള്ളതല്ല, അത് പണ്ടത്തെ ഒരു സിസ്റ്റമാണ്. അന്ന് ഈ സയൻസ് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ ഭംഗിയാ വേണ്ടത്. ഇപ്പൊ രാജാവിന് ഏറ്റവും ഇഷ്ടം എന്താണ്? രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 2 ഭാഗത്തും സമൃദ്ധിയുള്ള വീടുകൾ. അപ്പൊ റോഡിനെ ഫേസ് ചെയ്തിട്ട് വേണം വീട്. അത് ആ കൺസെപ്റ്റ് മാറി നമുക്ക് സമൃദ്ധി വേണം, നമുക്ക് ഉയരണം. ചോദ്യം ഇതാണ്, നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കണോ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം?